Hello, good morning. Welcome to Hindu editorial analysis. Today we have an editorial about the discrimination from the police department towards the African American people in USA. ഈ embedded hate, embedded എന്ന് പറഞ്ഞാൽ ആഴത്തിൽ വേരൂന്നിയ അല്ലെങ്കിൽ ഇഴുകിച്ചേർന്ന എംബഡഡ് EMBEDDED എംബഡഡ് ഹേറ്റ്. അമേരിക്കൻ കൾച്ചേഴ്സ് ഓവർ റിലയൻസ് ഓൺ പോലീസ് ടു മെയിൻറ്റെയിൻ ഓർഡർ ഈസ് പ്രോബ്ലമാറ്റിക്. അമേരിക്കൻ സംസ്കാരത്തിലെ ഓവർ റിലയൻസ്, കൂടുതൽ ആശ്രയിക്കൽ ഓൺ പോലീസിനെ കൂടുതൽ ആശ്രയിക്കുന്നത് എന്തിനു വേണ്ടി? ഓൺ ടു മെയിൻറ്റെയിൻ ഓർഡേഴ്സ്, ക്രമസമാധാനം പാലിക്കാൻ വേണ്ടി പലതിനും ആശ്രയിക്കുന്നത് ഈസ് പ്രോബ്ലമാറ്റിക്. അത് സങ്കീർണമാണ്, പ്രശ്നം ഉണ്ടാക്കുന്നതാണ് എന്നാണ്. എ റിപ്പോർട്ട് ഓൺ ദ ഫൈൻഡിങ് ആസ് സ്വീപ്പിംഗ് 2-year investigation by US Department of Justice DOJ into violence and racial discrimination of police in Minneapolis, where George Floyd, an unarmed African American, was murdered in May 2020 in police custody, found that officers had used excessive force including unjustified deadly force, and violated the rights of people engaged in constitutionally protected speech, particularly discriminating against African American and Native American people and those with behavioral health disabilities. A report on the findings of a sweeping, ചില കണ്ടെത്തലുകളുടെയുള്ള റിപ്പോർട്ട് ഓഫ് എ സ്വീപ്പിംഗ്, SWEEPING, സ്വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായ, സ്വീപ്പിംഗ് വിക്ടറി ഇൻ ഇലക്ഷൻ എന്നൊക്കെ പറയും. അത് തൂത്തുവാരിയ വിജയം, സമ്പൂർണ്ണമായ വിജയത്തിനെ പറ്റിയാണ്. ഈ റിപ്പോർട്ട് സ്വീപ്പിംഗ് ആണ്, സമ്പൂർണ്ണമാണ്. 2-year ഇൻവെസ്റ്റിഗേഷൻ, ആ 2 വർഷത്തെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫൈൻഡിങ്സ് ആണ്. ബൈ ദ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്, DOJ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്, അവരുടെ അന്വേഷണം. ഇൻ ടു വയലൻസ്, അക്രമങ്ങളിലേക്കുള്ള അന്വേഷണം. ആൻഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വംശീയമായ വിവേചനം. ഓഫ് ദ പോലീസിൻ്റെ വംശീയമായ വിവേചനം ഇൻ മിനിയാപോലിസ് സ്റ്റേറ്റിലെ പോലീസിൻ്റെ വംശീയ വിവേചനം. ഏതാണ് മിനിയാപോലിസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? വേർ ജോർജ് ഫ്ലോയിഡ് ആൻ അൺആംഡ് ആഫ്രിക്കൻ അമേരിക്കൻ വാസ് മർഡേർഡ് ഇൻ മെയ് 2020 ഇൻ പോലീസ് കസ്റ്റഡിയിൽ 2020 മെയ്യിൽ ആഫ്രിക്കൻ അമേരിക്കൻ കൊല്ലപ്പെട്ട ആ വിവാദ സ്റ്റേറ്റാണ് മിനിയാപോലിസ്. ആ മിനിയാപോലിസ് സ്റ്റേറ്റിലെ പോലീസിൻ്റെ കയ്യിൽ നിന്നാണ് ജോർജ് ഫ്ലോയിഡ് മരണപ്പെട്ടുന്നത്. യു മേ റിമെമ്പർ, അദ്ദേഹം ഐ കാൺ ബ്രീത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് മരണപ്പെടുന്ന കാഴ്ച കണ്ടാണ്. അതിനുശേഷം ബ്ലാക്ക് ലൈവ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം നടന്നു. അതുൾപ്പെടെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പരാജയത്തിലേക്ക് കലാശിച്ചത്. ഓക്കെ, ജോർജ് ഫ്ലോയിഡ്, ആൻ അൺആംഡ് ആഫ്രിക്കൻ അമേരിക്കൻ, നിരായുധനായ ആഫ്രിക്കൻ അമേരിക്കൻ, വാസ് മർഡേർഡ് ഇൻ മെയ് 2020 മരണപ്പെട്ടു. ഇൻ പോലീസ് കസ്റ്റഡിയിൽ. ഫൗണ്ട് ദാറ്റ്, ആ റിപ്പോർട്ട് കണ്ടെത്തിയത്, ഓഫീസേഴ്സ് ഹാഡ് യൂസ്ഡ് എക്സസീവ് ഫോഴ്സ്,
അമിതമായ ബലപ്രയോഗം ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തിയത്. ഇൻക്ലൂഡിംഗ് അൺജസ്റ്റിഫൈഡ് ഡെഡ്ലി ഫോഴ്സ്, അന്യായമായ ശക്തിപ്രയോഗം, അൺജസ്റ്റിഫൈഡ് ഡെഡ്ലി ഫോഴ്സ്, ആൻഡ് വയലേറ്റഡ് ദ റൈറ്റ്സ് ഓഫ് പീപ്പിൾ, അതുപോലെ വയലേറ്റ് ചെയ്തിരിക്കുന്നു ദ റൈറ്റ്സ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ അവകാശം, എൻഗേജ്ഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണലി പ്രൊട്ടക്റ്റഡ് സ്പീച്ച്, ഭരണഘടന അനുവദിക്കുന്ന സംരക്ഷിക്കുന്ന ആ ഫ്രീ സ്പീച്ച്, ആ ഭരണഘടനാ സംരക്ഷണമുള്ള സ്പീച്ചിൽ എൻഗേജായ ആളുകളുടെ റൈറ്റ്സ് അത് വയലേറ്റ് ചെയ്തിരിക്കുന്നു. particularly discriminating against African American and നേറ്റീവ് അമേരിക്കൻസിനും അതുപോലെ ആഫ്രിക്കൻ അമേരിക്കൻസിനും ഡിസ്ക്രിമിനേറ്റിംഗ് ആണ്, വിവേചനം നൽകുന്നതാണ് അവർ, അമേരിക്കൻ പീപ്പിൾ, ആൻഡ് ദോസ് വിത്ത് ബിഹേവിയറൽ ഹെൽത്ത് ഡിസബിലിറ്റീസ്, സ്വഭാവ വൈകല്യമുള്ള ആളുകൾക്കെതിരെയും അവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. The findings appeared on to confirm a raft of citizen complaints about police conduct in Minneapolis in the wake of the Floyd murder, for which crime the officers involved were sentenced to prison terms. The findings appeared, ഈ കണ്ടെത്തലുകൾ പ്രത്യക്ഷപ്പെട്ടു, ടു കൺഫേം, ഇത് സ്ഥിരീകരിക്കാൻ, എ റാഫ്റ്റ് ഓഫ് സിറ്റിസൺ കംപ്ലൈൻസ്, ഒരു കൂട്ടം അസംഖ്യം ആളുകളുടെ കംപ്ലൈൻറ്റുകൾ, നിരവധി ആളുകളുടെ പരാതികൾ. എ റാഫ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എ ലാർജ് നമ്പർ ഓഫ് എന്നർത്ഥം. അപ്പോൾ എ റാഫ്റ്റ് ഓഫ് സിറ്റിസൺ കംപ്ലൈൻറ്റ്സ്, നിരവധി ആളുകളുടെ പരാതികൾ. എന്തിനെപ്പറ്റി? പോലീസിൻ്റെ അബൌട്ട് പോലീസ് കണ്ടക്ട് ഇൻ മിനിയാപ്പൊലീസിലെ പോലീസിൻ്റെ സ്വഭാവദൂഷ്യത്തെപ്പറ്റി, അവരുടെ സ്വഭാവത്തെപ്പറ്റിയുള്ള നിരവധി കംപ്ലൈൻറ്റുകൾ. ഇൻ ദ വെയ്ക്ക് ഓഫ് ദ ഫ്ലോയിഡ് മർഡർ, ഫ്ലോയിഡിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ ആഹ്വാനത്തിൽ ആളുകൾ നിരവധി കംപ്ലൈൻറ്റുകൾ പോലീസിൻ്റെ ഒരു പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഫോർ വിച്ച് ക്രൈം ദ ഓഫീസേഴ്സ് ഇൻവോൾവ്ഡ്, ആ ഫ്ലോയിഡിൻ്റെ മരണത്തിൽ ഫോർ വിച്ച് ക്രൈം ദ ഓഫീസേഴ്സ് ഇൻവോൾവ്ഡ്, ആ കുറ്റത്തിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥന്മാർ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർക്കൊക്കെ സെൻറ്റൻസ്ഡ് ടു പ്രിസൺ ടേംസ്, ജയിൽ കാലാവധികളിലേക്ക് അവർക്ക് കുറ്റം സെൻറ്റൻസ് ചെയ്യുന്നു, അവർക്ക് ജയിലിലേക്ക് പോയിട്ടുണ്ട്. ദ റിപ്പോർട്ട്സ് സേലിയൻസ്, ആ റിപ്പോർട്ടിൻ്റെ പ്രാധാന്യം, ഈസ് അണ്ടർസ്കോർഡ്, അത് അടിവരയിടുന്നു, ബൈ ദ ഔട്ട്പോറിംഗ് ഓഫ് പബ്ലിക് ആങ്കർ, ജനരോഷം പൊട്ടിപ്പുറപ്പെട്ടത്, ഔട്ട്പോറിംഗ് പബ്ലിക് ആങ്കർ ആൻഡ് പ്രൊട്ടസ്റ്റ്സ്, പ്രക്ഷോഭങ്ങളും എഗെയിൻസ്റ്റ് റേഷ്യസത്തിനെതിരെയുള്ള, വംശീയതക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ, ആൻഡ് വയലൻറ്റ് ആക്ട്സ് ബൈ പോലീസ് ഓൺ മൈനോറിറ്റീസ്, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പോലീസിൻ്റെ വയലൻ്റ് ആക്ട്സ്, അവരുടെ ആക്രമണ പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള ആ പ്രക്ഷോഭങ്ങളൊക്കെ, വിച്ച് ഇറപ്റ്റഡ് അക്രോസ് മേജർ സിറ്റീസ്, എല്ലാ സിറ്റികളിലും പൊട്ടിപ്പുറപ്പെട്ട ആ പ്രക്ഷോഭങ്ങൾ, കോളിംഗ് ഓഫ് ഫോർ പോലീസ് റിഫോം, പോലീസിൻ്റെ പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രക്ഷോഭങ്ങളൊക്കെ
ആ റിപ്പോർട്ടിൻ്റെ പ്രാധാന്യത്തെ അടിവരയിടുന്നു. ദ റിപ്പോർട്ട്സ് സേലിയൻസ് ഈസ് അണ്ടർസ്കോർഡ് by the outpouring of public anger and protests against racism and violent act by police on minorities, which erupted across major cities. Erupted എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പുറപ്പെടുക. Calling for police reforms, പോലീസിൻ്റെ പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട്. The inquiry not only found numerous examples of excessive force, unlawful discrimination and First Amendment violation upon review of 19 police shooting incidents, but it also noted that there was entrenched racism with regarding to police action into the context of traffic stops and arrest and careless violent treatment of some who suffered from mental health conditions. The inquiry not only found numerous examples of excessive force. ഈ അന്വേഷണം നോട്ട് ഓൺലി ഫൗണ്ട്, അത് എക്സസീവ് ഫോഴ്സിൻ്റെ അമിത ശക്തിപ്രയോഗത്തിൻ്റെ ആ എക്സാമ്പിൾ മാത്രമല്ല കണ്ടെത്തിയത്. ഓക്കെ, അൺലോഫുൾ ഡിസ്ക്രിമിനേഷൻ, അതുപോലെ നിയമവിരുദ്ധമായ വിവേചനവും മാത്രമല്ല, ആൻഡ് ഫസ്റ്റ് അമെൻമെൻറ്റ് വയലേഷൻ അപ്പോൺ റിവ്യൂ ഓഫ് 19 പോലീസ് ഷൂട്ടിംഗ് ഇൻസിഡൻസ്, അതുപോലെ ഫസ്റ്റ് അമെൻമെൻറ്റ് വയലേഷൻ അപ്പോൺ റിവ്യൂ ഓഫ് 19 ഫസ്റ്റ് അമെൻമെൻറ്റ് വയലേഷൻ, ആ വയലേഷനും അതുപോലെ ആ ലംഘനവും പോലീസ് ഷൂട്ടിങ്ങിൻ്റെ ആ നിയമത്തിൽ പറയുന്ന അതിൻ്റെ അമെൻമെൻറ്റിൻ്റെ വയലേഷൻ മാത്രമല്ല, അങ്ങനെ 19 പോലീസ് ഷൂട്ടിങ്സ്, 19 കൊലകൾ, പോലീസിൻ്റെ ഷൂട്ടിങ്സ് ഇൻസിഡൻസ്, അത്തരം സംഭവങ്ങൾ മാത്രമല്ല ഇത് കണ്ടെത്തുന്നത്. ബട്ട് ഇറ്റ് ഓൾസോ നോട്ടഡ്, ആ എൻക്വയറി നോട്ട് ചെയ്തിട്ടുണ്ട് ദാറ്റ് ദർ വാസ് entrenched racism. Entrenched means വേരൂന്നിയ. entrenched racism, വേരൂന്നിയ വംശീയത. ഓക്കെ, ആഴത്തിൽ വേരൂന്നിയ. entrenched racism with regarding to police action, പോലീസിൻ്റെ ആക്ഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ട്രാഫിക് സ്റ്റോപ്സ്, ട്രാഫിക്കിൽ നിർത്തുന്നതിനെ പറ്റി, അതുപോലെ അറസ്റ്റിനെ പറ്റി, ആൻഡ് കെയർലെസ് എന്ന് പറഞ്ഞാൽ ക്രൂരത. ഓക്കെ, വയലൻ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സം ഹൂ സഫേർഡ് ഫ്രം മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ്, അതുപോലെ മാനസികമായ കണ്ടീഷൻ, വൈകല്യങ്ങൾ, അതിൽ നിന്ന് അത് അനുഭവിച്ച റിക്കവറായ ആളുകൾക്കെതിരെയുള്ള ക്രൂരതകളും ഇതൊക്കെ ഈ റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുണ്ട്. The scathing report concluded that the systematic problems in MPD made what happened to George Floyd possible. The scathing report, നിശിതമായി വിമർശിക്കുന്ന ആ റിപ്പോർട്ട്, നിശിതമായ റിപ്പോർട്ട്, കൺക്ലൂഡഡ് ദാറ്റ്, അത് ഇങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തത്, ദാറ്റ് ദ സിസ്റ്റമിക് പ്രോബ്ലം, ഒരു സിസ്റ്റമിക്കായ പ്രോബ്ലം ഇൻ MPD എന്ന് പറഞ്ഞാൽ മിനിയാപോളിസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് MPD, മെയ്ഡ് വാട്ട് ഹാപ്പൻ ടു ജോർജ് ഫ്ലോയിഡ് പോസിബിൾ. ജോർജ് ഫ്ലോയിഡിന് സംഭവിച്ചത് അത് തന്നെയായിരിക്കും. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് പ്രോബ്ലംസാണ്. The DOJ report is a wake-up call to police institutions, most of which continue with their business as usual approach toward dealing with the nuances and social complexities of policing a multicultural America.
The DOG report, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ റിപ്പോർട്ട്, ഈസ് എ വേക്കപ്പ് കോൾ. അതൊരു ആഹ്വാനമാണ്, വേക്കപ്പ് കോളാണ്. ടു പോലീസിനുള്ള ഒരു ആഹ്വാനമാണ്, ഒരു വേക്കപ്പ് കോളാണ്. പോലീസ് സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മോസ്റ്റ് ഓഫ് വിച്ച് കണ്ടിന്യൂ, അവയിൽ അധികവും പിന്തുടരുന്നത് വിത്ത് ദർ ബിസിനസ് ആസ് യൂഷ്വൽ അപ്രോച്ച്. ബിസിനസ് ആസ് യൂഷ്വൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ തോന്നുമ്പടിയുള്ള അതേ നിലപാട് തന്നെ. ബിസിനസ് ആസ് യൂഷ്വൽ അപ്രോച്ച്, അതേപോലെയുള്ള അതേ നിലപാട്, മാറ്റമില്ലാത്ത നിലപാട്. വിച്ച് കണ്ടിന്യൂ വിത്ത് ദർ ബിസിനസ് ആസ് യൂഷ്വൽ അപ്രോച്ച് toward dealing with the nuances and social complexities of policing multicultural America. അവർ ടുവേർഡ്സ് ഡീലിംഗ് വിത്ത് ദ നുവാൻസസ്, സൂക്ഷ്മഭേദങ്ങൾ, വളരെയധികം ഉള്ള വ്യത്യാസങ്ങൾ, നുവാൻസസ്. അതോടൊപ്പം തന്നെ ആൻഡ് സോഷ്യൽ കോംപ്ലക്സിറ്റീസ്, സാമൂഹികമായ സങ്കീർണതകൾ, സാമൂഹിക സങ്കീർണതകൾ, കോംപ്ലക്സിറ്റീസ്. അതുപോലെ ഓഫ് പോലീസിങ് മൾട്ടി കൾച്ചറൽ അമേരിക്ക, സാംസ്കാരിക വൈവിധ്യങ്ങളുടെ അമേരിക്കയിൽ ഇങ്ങനെ ബിസിനസ് ആസ് യൂഷ്വൽ അപ്രോച്ച് പാടില്ല. അവരത് തന്നെയാണ് തുടരുന്നത്. ഇതുപോലെ സൂക്ഷ്മഭേദങ്ങളും വ്യത്യാസങ്ങളും അതുപോലെ സാമൂഹിക സങ്കീർണതകളും ഒക്കെയുള്ള പോലീസിങ് ഇൻ മൾട്ടി കൾച്ചറൽ അമേരിക്ക, സാംസ്കാരിക വൈവിധ്യങ്ങൾ അമേരിക്കയിൽ വളരെ കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ആണ് അവർ ചെയ്യേണ്ടത്. ഓക്കെ. ദ റിവ്യൂ ഓഫ് പോലീസ് ബോഡി വോൺ ക്യാമറ വീഡിയോസ്, ഇൻസിഡൻറ്റ് ആൻഡ് പോലീസ് റിപ്പോർട്ട്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് കംപ്ലൈൻറ്റ് filed against officers makes it clear that there is an urgent, glaring need for police reforms that address the most challenging issues of use of excessive force, racial profiling, bureaucratic militarization of police culture, and an institutional lack of accountability for police misconduct. The review of police body-worn camera videos. ബോഡി വോൺ ക്യാമറ വീഡിയോസ് എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ച വീഡിയോ, ആ വീഡിയോകളുടെ റിവ്യൂ, ആ റിവ്യൂവും ഇൻസിഡൻറ്റ് ആൻഡ് പോലീസ് റിപ്പോർട്ട്സ്, ചില സംഭവങ്ങളും അതുപോലെ പോലീസ് റിപ്പോർട്ടും, ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് കംപ്ലൈൻറ്റ് ഫയൽഡ് അഗെയിൻസ്റ്റ് ഓഫീസേഴ്സ്, ഓഫീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഫയൽ ചെയ്ത നൂറുകണക്കിന് പരാതികളും, മേക്ക് ഇറ്റ് ക്ലിയർ, അത് വ്യക്തമാക്കുന്നു, ദാറ്റ് ദർ ഈസ് എൻ അർജൻറ്റ്, വളരെ അത്യാവശ്യമായ, ഗ്ലെയറിംഗ് നീഡ്, പ്രകടമായ ഒരു ആവശ്യം, ഫോർ പോലീസ് റിഫോംസ്, പോലീസിൻ്റെ ഒരു റിഫോം, പരിഷ്കരണം, ദാറ്റ് ആ പരിഷ്കരണം അഡ്രസ്, അത് അഭിസംബോധന ചെയ്യും ദ മോസ്റ്റ് ചാലഞ്ചിങ് ഇഷ്യൂസ്, വളരെ ചാലഞ്ചിങ് ആയ, വെല്ലുവിളി ഉയർത്തുന്ന വിഷയങ്ങൾ, ഓഫ് ദ യൂസ് ഓഫ് എക്സസീവ് ഫോഴ്സ്, അമിത ശക്തിപ്രയോഗം, ഓക്കെ, അമിതമായ ബലപ്രയോഗം, ആ ബലപ്രയോഗമാണ് ഒരു ഇഷ്യൂ. റേഷ്യൽ പ്രൊഫൈലിംഗ്, വംശീയമായ തരംതിരിവ്, ബ്യൂറോക്രറ്റിക് മിലിറ്ററൈസേഷൻ ഓഫ് പോലീസ് കൾച്ചർ, പോലീസ് സംസ്കാരത്തെ സൈനികവൽക്കരിക്കുന്ന പ്രവണത, ബ്യൂറോക്രറ്റിക് മിലിറ്ററൈസേഷൻ ഓഫ് പോലീസ് കൾച്ചർ, പോലീസ് സംസ്കാരത്തെ സൈനികവൽക്കരിക്കുന്ന സമ്പ്രദായം, ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തമില്ലാത്ത പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓരോ സ്ഥാപനങ്ങളുടെയും ഒരു ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി ഫോർ പോലീസ് മിസ്കോണ്ടാക്ട്, പോലീസിൻ്റെ ദുസ്വഭാവത്തിൻ്റെ മിസ്കോണ്ടാക്ട്, അവരുടെ സ്വഭാവ ദൂഷ്യത്തെപ്പറ്റിയുള്ള അതിൻ്റെ ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുക, ഇത്തരം വിഷയങ്ങളാണ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു റിഫോം ആവശ്യമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു.
Many US states have attempted transformative change, for example, by restricting the use of checkholds and setting up mechanism for more effective reporting of use of force details. Okay, many US states, യുഎസിലെ പല സ്റ്റേറ്റുകളും ഹാവ് അറ്റംപ്റ്റഡ്, അവർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട്, ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ചസ്, വളരെ പുരോഗമനാത്മകമായ, വളരെ പരിവർത്തനാത്മകമായ മാറ്റത്തിന് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? ഒന്ന്, ബൈ ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന്, ബൈ റെസ്ട്രിക്റ്റിംഗ് ദ യൂസ് ഓഫ് ചോക്ക് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ ഒരാളുടെ കഴുത്തിന് ചുറ്റിപ്പിടിക്കുന്നതിനാണ്, കഴുത്തിൽ ചുറ്റിപ്പിടിക്കുന്ന അതിനാണ് ചോക്ക് ഹോൾഡ് എന്ന് പറയുക. അപ്പോൾ ആ ചോക്ക് ഹോൾഡ് കഴുത്തിൽ ചുറ്റിപ്പിടിക്കുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആൻഡ് സെറ്റിംഗ് എ മെക്കാനിസം ഫോർ മോർ എഫക്റ്റീവ് റിപ്പോർട്ടിംഗ് ഓഫ് യൂസ് ഓഫ് ഫോഴ്സ് ഡീറ്റെയിൽസ്, ഈ ഫോഴ്സ് ഉപയോഗിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന എഫക്റ്റീവ് റിപ്പോർട്ടിംഗ്, വളരെ ഫലപ്രദമായ റിപ്പോർട്ടിംഗ്, ഇങ്ങനെ പരിവർത്തനാത്മകമായ വളരെ പുരോഗമനപരമായ ചില മാറ്റങ്ങൾ US സ്റ്റേറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഹൗവർ പബ്ലിക് സേഫ്റ്റി, എസ്പെഷ്യലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഓവർസെലസ് ആംഡ് പോലീസ് ഓഫീസേഴ്സ് using force against persons of color and other minorities, will genuinely improve only by limiting when and why police are called upon in the first place. However, എങ്ങനെയാണെങ്കിലും പബ്ലിക് സേഫ്റ്റി, ഒരു പൊതുവായ സുരക്ഷിതത്വം, എസ്പെഷ്യലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഓവർസെലസ് എന്ന് പറഞ്ഞാൽ അമിതാവേശമുള്ള, ആംഡ് ആയുധധാരികളായ പോലീസ് ഓഫീസേഴ്സ് യൂസിങ് ഫോഴ്സ് എഗെയിൻസ്റ്റ് പേഴ്സൺസ്, അവരുടെ ശക്തി പ്രയോഗിക്കുന്നത് എഗെയിൻസ്റ്റ് പേഴ്സൺസ് ഓഫ് കളർ, പിന്നെ പേഴ്സൺസ് ഓഫ് കളർ, കറുത്ത വർഗ്ഗക്കാർ അല്ലെങ്കിൽ വ്യത്യസ്ത പേഴ്സൺസ് ഓഫ് കളർ, വെളുത്ത വർഗ്ഗക്കാരല്ലാത്ത, ആൻഡ് അതർ മൈനോറിറ്റീസ്, അതുപോലെ മറ്റ് ന്യൂനപക്ഷങ്ങൾ, അവരുടെ ഓവർസെലസ് എന്ന ആവേശക്കാരായ ആംഡ് പോലീസ്, ആയുധധാരികളായ പോലീസിൻ്റെ ഈ ശക്തി പ്രകടനം അല്ലെങ്കിൽ അവരുടെ യൂസിങ് ഫോഴ്സ്, അവരുടെ ബലപ്രയോഗം, കളർ, പിന്നെ പേഴ്സൺസ് ഓഫ് കളർ ആൻഡ് അതർ മൈനോറിറ്റീസ്, കറുത്തവർക്കും അതുപോലെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരെയുള്ള ആ ബലപ്രയോഗങ്ങൾ വിൽ ജെന്യുവൻലി ഇംപ്രൂവ്, അത് യഥാർത്ഥത്തിൽ ഇംപ്രൂവ് ആവുക ഓൺലി ബൈ ലിമിറ്റിംഗ് വെൻ ആൻഡ് വൈ പോലീസ് ആർ കോൾഡ് അപ്പോൺ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, എപ്പോഴാണ് എന്തിനാണ് പോലീസിനെ വിളിക്കേണ്ടത് ആദ്യമായി അത് തീരുമാനിക്കപ്പെടണം. എല്ലാ ആവശ്യങ്ങൾക്കും പോലീസിനെ വിളിക്കുമ്പോൾ അവർ അവരുടെ ശക്തി പ്രയോഗിക്കും. അതുകൊണ്ട് ഇത് ലിമിറ്റ് ചെയ്യുക, എപ്പോഴാണ് എന്തിനാണ് പോലീസിനെ വിളിക്കേണ്ടത് എന്നതിനെപ്പറ്റി ഒരു ധാരണ അത് ആദ്യമായിട്ടുണ്ടാവണം. അമേരിക്കൻ കൾച്ചേഴ്സ് ഓവർ റിലയൻസ് ഓൺ ദ പോലീസ് ടു മെയിൻറ്റെയിൻ ഓർഡർ ഇൻ പബ്ലിക് ലൈഫ് ഹാസ് മീൻ that the door has been opened to law enforcement officers responding to minor offense in a racially prejudiced manner, especially when in such instance public health professionals or other service providers might be better able to address the situation. അമേരിക്കൻ സംസ്കാരം, അമേരിക്കൻ കൾച്ചർ ഓവർ റിലയൻസ്, അമിതമായി ആശ്രയിക്കുന്നത് ഓൺ ദ പോലീസിനെ ടു മെയിൻറ്റെയിൻ ഓർഡർ ഇൻ പബ്ലിക് ലൈഫിലെ ഓർഡറുകൾ പാലിക്കാൻ
പോലീസിനെ ആശ്രയിക്കുന്നത് ഹാസ് മീൻ, അതിനർത്ഥം ദാറ്റ് ദ ഡോർസ് ഹാസ് ബീൻ ഓപ്പൺഡ്, ആ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്, ടു ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സ്, ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സിന് റെസ്പോണ്ടിങ് ടു മൈനർ ഒഫൻസസ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ റെസ്പോണ്ട് ചെയ്യുന്നു. ഇൻ എ റേഷ്യലി പ്രിജുഡീസ്ഡ് മാനർ, വംശീയമായ മുൻവിധികളോടെ ആ രീതിയിൽ അവർ പെരുമാറുന്നു. എസ്പെഷ്യലി വെൻ ഇൻ സച്ച് ഇൻസ്റ്റൻസസ്, അത്തരം ചില കേസുകളിൽ ചെറിയ വിഷയങ്ങളിൽ പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണൽസ്, ആരോഗ്യ പ്രവർത്തകർ, ഓർ അതർ സർവീസ് പ്രൊവൈഡേഴ്സ്, മറ്റ് സർവീസ് നൽകുന്നവർ, ബി ബെറ്റർ ഏബിൾ ടു അഡ്രസ് ദ സിറ്റുവേഷൻ, ഈ സാഹചര്യങ്ങൾ അഭിസംബോധന ചെയ്യാൻ അവരായിരിക്കും ബെറ്റർ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.